ഇങ്ങോട്ട് വന്നിട്ടേ 3 മണിക്കൂറായി. നിങ്ങൾ എന്നെ പറ്റി ഇതുവരെ എന്തെങ്കിലും ചോദിച്ചോ? അറ്റ്ലീസ്റ്റ് ഞാനൊന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് വരെയെങ്കിലും ചോദിച്ചോ? ചോദിക്കൂല. കാരണം എന്താ? നിങ്ങൾക്ക് ഫുട്ബോൾ ഭ്രാന്താണ്. ഇന്നാ ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ? വേണ്ട. ഇത് എന്നെ കുറിച്ചിട്ടാണ്. ചോദിച്ചോ. അടുത്ത ജന്മത്തിൽ എനിക്കൊരു ഫുട്ബോൾ കളിക്കാരനാവാൻ അവസരം കിട്ടിയ ഏത് പ്ലെയറാണ് സെലക്ട് ചെയ്യുക? കുറച്ചോണി ചോദിക്കും ഭ്രാന്താണ്. ഹലോ. മോളെ എത്താത്താന്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ടോ? ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. ഓക്കെ. സർജറിയോ? എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞില്ല എന്റെ താത്താക്ക് ഒരു സർജറി ഉണ്ട്. അത് കഴിഞ്ഞു. ഇപ്പൊ ഓക്കെ ആയോള്. ഓ, ഇക്കാലത്ത് അപ്പൊ ഹോസ്പിറ്റൽ ബില്ലൊക്കെ നല്ലോണം ഉണ്ടാവുമല്ലോ. പിന്നെ സർജറിക്കും ലക്ഷങ്ങളായിട്ടുണ്ടാവൂലേ? സത്യം പറഞ്ഞാലേ ഓളെ ഹെൽത്ത് ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പൈസന്റെ കാര്യം ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് വലിയ ടെൻഷൻ ഒന്നും ഉണ്ടായില്ല. അതെന്തേ? ഞങ്ങൾ എടുത്ത നിവാബൂപ്പ റീ അഷുറൻസ് 3.0 ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിനക്ക് അയച്ചു തരാം. അപ്പൊ ഗൈസ് ലിങ്ക് ബയോയിലുണ്ട്, എല്ലാരും പോയി ചെക്ക് ചെയ്തോളൂ. പക്ഷെ ഒരു വലിയ ക്ലെയിമിന് ശേഷം ഹെൽത്ത് ഇൻഷുറൻസ് തീർന്നു പോകുന്ന എല്ലാവർക്കും അറിയാലോ. ഇല്ല, ബില്ല് ലക്ഷങ്ങളായാലും കോടികളായാലും തടസ്സങ്ങളില്ലാതെ നമുക്ക് ചികിത്സ കിട്ടും. ഇതിന് പിന്നെ പരിധിയില്ലാത്ത കവറേജ് ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനു വിഷമിക്കണം? ഇതപ്പോ സത്യമാണോ? പക്ഷെ എന്റെ വീട്ടിലെ ആൾക്കാർക്ക് പ്രമേഹവും രക്തസമ്മർദ്ദം ഒക്കെ ഉണ്ട്. അപ്പൊ ഒരിക്കും ഇത് കിട്ടുമോ? ഉറപ്പായിട്ടും. ആദ്യ ദിവസം മുതൽ തന്നെ ഏകദേശം 145 നിലവിലുള്ള രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്നുണ്ട്. അതാണ് ഇവര് പ്രധാന ഹൈലൈറ്റ്. അപ്പൊ ഇത്രയും കവറേജ് കൊടുക്കുന്നോണ്ട് പ്രീമിയത്തിന് നല്ല പൈസ ഉണ്ടാവൂലേ? ഇല്ലല്ല, ഡെയിലി 17 രൂപ മുതൽ ആരംഭിക്കുന്ന പ്ലാൻ ഉണ്ട്. അതാണ് ഞങ്ങൾ എടുത്തുകണത്. പ്രതിദിനം 17 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്കും ഇത് എടുക്കണം. ഇതെങ്ങനെ എടുക്കുക? അതന്നെയല്ലേ പൊട്ടെ ഞാൻ തുടക്കത്തിൽ എന്നോട് പറഞ്ഞത്. നെയ്മറിന് പണ്ട് ഈ പദ്ധതി എടുത്താൽ മതിന്നല്ലേ? എനിക്ക് പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല. നെയ്മർ എന്തെങ്കിലും ചെയ്തോട്ടെ. ഈ എനക്കും എന്റെ ഫാമിലിക്കും വേണ്ടിയിട്ട് ആദ്യം ഒരു പോളിസി എടുക്കുക. അപ്പൊ ഗൈസ് ലിങ്ക് ബയോയിലുണ്ട്, എല്ലാരും പോയി ചെക്ക് ചെയ്തോളൂ.